ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് ഒരു സൺഡേ ആണ്. വെറും സൺഡേ അല്ല, നല്ല അടിപൊളി സൺഡേ ആയിരുന്നു കേട്ടോ. വെൽക്കം ടു എ കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിത്തരാം. ഫാത്തിമ എന്ന് വിളിക്കുന്നത് ഹരീഫിന്റെ സിസ്റ്റേഴ്സിന്റെ മക്കളാട്ടോ. അപ്പൊ ഹരീഫിന്റെ സിസ്റ്ററും മക്കളും ഒക്കെ 2 ദിവസം കൊണ്ട് വീട്ടിലുണ്ട്. അപ്പൊ 2 ദിവസം കൊണ്ടിട്ട് എന്റെ മെയിൻ അലാറം എന്ന് പറയുന്നതും എന്റെ ബോഡി ഗാർഡ് എന്ന് പറയുന്നതും എല്ലാം എന്റെ അസുഖം പിക്കുവാണ് കേട്ടോ. അങ്ങനെ രാവിലെ എന്നെ വന്ന് വിളിച്ചുണർത്തിയിട്ട് ഞാൻ നേരെ ഈ പോകുന്നത് നമ്മളെ റംബൂട്ടാൻ്റെ അടുത്തോട്ടാട്ടോ. റംബൂട്ടാനൊക്കെ പൂത്ത് കാച്ചല പഴുത്ത് നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് റംബൂട്ടാനൊക്കെ കുറേ പറിക്കണം, എല്ലാവർക്കും കൊടുക്കണം. പിന്നെ കുറേ നേരം കുട്ടികളുമായിട്ടൊക്കെ കളിച്ചിങ്ങനെ നടക്കുകയായിരുന്നു. കുട്ടികളെല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ആകെ മൊത്തം ഒരു ഭയങ്കര വൈബായിരുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷമാട്ടോ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് വീണ്ടും നിൽക്കുന്ന. ഉമ്മാക്കുന്ന ഒരു കല്യാണം ഉണ്ട്, അതുകൊണ്ടിട്ട് കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ആയിട്ടാണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ വെച്ച ശേഷം നമുക്ക് നല്ല അടിപൊളിയായിട്ട് എന്തെങ്കിലും വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാക്കാമെന്ന്. കുട്ടികളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു 5 സെക്കൻഡ് പോലും ഒരിടത്ത് ഇരിക്കാൻ പറ്റത്തില്ല. ഈ ആകെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു. എന്നാലും നമ്മൾ കഞ്ഞി ഉണ്ടാക്കുക മാത്രമല്ല, നല്ല അടിപൊളി പാനിപൂരി ഉണ്ടാക്കി, അതുപോലെ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് പാനിപൂരി ആയിരുന്നു. പാനിപൂരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. നമുക്ക് മാത്രമല്ല ഉപ്പച്ചിക്ക് വരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകെ മൊത്തം ഇവിടെ ക്യൂവും ബഹളവും തിക്കും തിരക്കും ഒക്കെ ആയിരുന്നു. അങ്ങനെ ആദ്യത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളെ രണ്ടാമത്തെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മളെ ലോഡഡ് ഫ്രൈസ്. അപ്പൊ അതിൻ്റെതായ തിരക്കിലായിരുന്നു ഞാനും പിക്കും കൂടെ ആയിട്ട്. അങ്ങനെ അവസാനം നമ്മളെ ലോഡഡ് ഫ്രൈസ് ഒക്കെ ഇവിടെ സെറ്റായി നല്ല അടിപൊളിയായിട്ട് നമ്മൾ ബേക്ക് ചെയ്തൊക്കെ എടുത്തു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയ കഞ്ഞി നമ്മൾ മറന്നിട്ടില്ല. നല്ല തേങ്ങാപ്പാലും പയറൊക്കെ ഇട്ടുള്ള അടിപൊളി തേങ്ങാപ്പാൽ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോഴേക്കും ഹനീഫ് തെറാപ്പി എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം കൊണ്ട് ഹനീഫിന്റെ കഴുത്തൊക്കെ ഉളുക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ ആകെ മൊത്തം സീനായിരുന്നു. അങ്ങനെ തെറാപ്പിയൊക്കെ കഴിഞ്ഞു ഒന്ന് ചെറിയൊരു ആശ്വാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിന്റെ ഒരു അഹങ്കാരമാണ് അവന്റെ ഈ മരം കയറിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. 2 ദിവസം കൊണ്ട് ഒട്ടും വയ്യായിരുന്നു. ആകെ മൊത്തം 2 ദിവസം അടിച്ചു പൊളിച്ച ശേഷം സനയിത്താക്ക് പോകാനുള്ള ടൈമായിട്ട് ഈവനിങ് ആയപ്പോൾ ഇത്തായി വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇനിയിപ്പം ചിഞ്ചൂത്ത വൈകുന്നേരം പോകും. ഉമ്മാക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളെ പാത്രം കഴിവലായിരുന്നു പണി. നമുക്കാണെങ്കിൽ ആകെ മൊത്തം ക്ഷീണം. അപ്പം നമ്മൾ റെസ്റ്റ് എടുക്കാനും വേണ്ടി പോയി. അപ്പം നമ്മുടെ പാനിപൂരിയുടേതും അതുപോലെ തന്നെ നമ്മളെ ലോഡഡ് ഫ്രൈസിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ ഉടനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിവേ ബൈ.